നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഡെലിഗേഷൻ. അതിൽ 6 ലെവൽസ് ഓഫ് എബിലിറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 6 ലെവൽസ് ഓഫ് എബിലിറ്റി. ഏതൊക്കെയായിരുന്നു? ടെറിബിൾ, പുവർ, ആവറേജ്, ഗുഡ്, യെസ്, ഗ്രേറ്റ് ആൻഡ് ബ്രില്യൻറ്റ്. റൈറ്റ്? 6 ലെവൽസ് ഓഫ് എബിലിറ്റീസ്. പല കാര്യങ്ങളിൽ പല രീതിയിലുള്ള കഴിവായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുന്നത്. അത് സെൻട്രലിലേക്ക് വരുംതോറും നമ്മൾക്ക് കഴിവ് കൂടിക്കൊണ്ടേയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണോ ഔട്ടർ ലൈനിൽ വരുന്നത് ഇത് ഓരോന്നോരോന്നായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കളയണം എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. റൈറ്റ്? അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതായിരുന്നു ഇന്നലെ നമ്മളുടെ ബൈബാക്ക് ലൂപ്പിൽ ഇന്നലെ നമ്മൾ പഠിച്ചത്. അതായിരുന്നു എന്തായിരുന്നത്? റൈറ്റ്? ഇവിടെ വെച്ച് നമുക്ക് എന്തുണ്ടാകുന്നു? നമുക്കൊരു പെയിൻ, കാര്യങ്ങളൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല. ഇവിടെ വെച്ചൊരു ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നം ഉണ്ടാകുന്ന സമയം തൊട്ട് ഇതിങ്ങനെ താഴോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. നമ്മളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഫുള്ളി പ്രൊഡക്റ്റീവ് ആകുന്നില്ല. നമ്മൾ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും അതിൻ്റെ ഒരു റിസൾട്ട് അതിലേക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അവിടെ ഒരു പെയിൻ ഉണ്ടാകുന്നു. ഇവിടെ വെച്ച് നമ്മളുടെ ഗ്രോത്ത് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. താഴേക്ക് ഇറങ്ങി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്ന ഇന്നലെ നമ്മൾ പഠിച്ചേ. ഫസ്റ്റ് യു ഹാവ് ടു ഓഡിറ്റ്. എവിടെയാണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഏത് ടാസ്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് മടി തോന്നുന്നത്, ഞാൻ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്? അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളുടെ എബിലിറ്റീസിൻ്റെ അകത്ത് ഔട്ടർ ലൈനിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പിന്നോട്ട് പിന്നത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഔട്ടർ ലൈനിലുള്ള ഓരോന്നോരോന്നോരോന്ന് എടുത്തിട്ട് വി ഹാവ് ടു ട്രാൻസ്ഫർ. അതെന്ത് ചെയ്യണം? മറ്റൊരാളിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്ക്, അല്ലെ മറ്റൊരു ടെക്നോളജിക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? വി വിൽ ഗെറ്റ് മോർ ടൈം. നമുക്ക് കൂടുതൽ സമയം കിട്ടും. അവിടെ എന്ത് ചെയ്യുക? യു ഹാവ് ടു ഫിൽ. എന്ത് ചെയ്യുക? നമ്മളുടെ ഇന്നർ സർക്കിളിൽ വരുന്ന നമ്മൾ എന്ത് കാര്യത്തിലാണോ ബ്രില്യൻറ്റ് ആൻഡ് ഗ്രേറ്റ്, ആ ആക്ടിവിറ്റീസ്, ആ ടാസ്കുകൾ, ആ എബിലിറ്റീസ് വെച്ചിട്ട് നമ്മൾ ആ സമയത്തെ ഫിൽ ചെയ്യുക. ഇതാണ് ഇന്നലെ നമ്മൾ പഠിച്ചു നിർത്തിയ ബൈബാക്ക് ലൂപ്പ്, അല്ലേ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യു ഹാവ് ടു ഓഡിറ്റ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. എവിടെയാണ് നിങ്ങളുടെ സമയം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ഒരു ദിവസം ഇൻവോൾവ് ആകുന്നത്? ഒരാഴ്ച നമ്മളുടെ സമയം, നമ്മൾ ഈ ഒരു വീക്കിൽ എത്ര അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം ആ വർക്കിംഗ് അവേഴ്സിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ്, ടാസ്കുകളാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അതാണ് ഈ ഓഡിറ്റിങ്ങിൽ നടക്കുന്നത്. എന്ത് കാര്യത്തിലാണ് ഞാനിപ്പം സമയം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് നോക്കേണ്ടത് ആ ചെയ്യുന്ന ടാസ്കുകളിൽ ഏതിലൊക്കെയാണ് മണി മേക്കിംഗ് ടാസ്കുകൾ ഉള്ളത് എന്ന് നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു ഡസൻ കണക്കിന് അൺവാണ്ടഡ് ടാസ്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവും. ആ അൺവാണ്ടഡ് ടാസ്കുകളെ നമ്മൾ എന്ത് ചെയ്യുക? മറ്റൊരാളെ ഏൽപ്പിക്കാം. യു ഹാവ് ടു ഫൈൻഡ് സമൺ എൽസ്. അവിടെയാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. നമ്മളെക്കാൾ മികച്ച രീതിയിൽ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോ നമുക്ക് കൂടുതൽ സമയം കിട്ടും. ആ സമയത്ത് നമ്മൾ കൂടുതൽ ബ്രില്യൻ്റ് ആൻഡ് ഗ്രേറ്റ് തിങ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈം എനർജി ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടാകുകയാണ്. എന്തുണ്ടാകുന്നു? ഇൻഫിനിറ്റ് ലൂപ്പ്. ഇൻഫിനിറ്റ് ലൂപ്പ് മീൻസ് വലിയ പൊട്ടൻഷ്യൽ ഉള്ള, വലിയ രീതിയിലുള്ള സക്സസിലേക്ക് പോകുന്ന, വലിയ വളർച്ചയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയായിട്ടും സ്ഥാപനവുമായിട്ട് നമ്മൾ മാറും. കാരണം എന്താ? വി ആർ ഫില്ലിങ് our working hours with high money making abilities,
അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂടെ ഉള്ളവരും അവരുടെ ബ്രില്യൻസിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ സ്ഥാപനം വിൽ ബി ഓപ്പറേറ്റിംഗ് ഓൺ ആൻ ഇൻഫിനിറ്റ് ലൂപ്പ്. അങ്ങനെ എത്ര കാശ് നമ്മൾ, അപ്പൊ ഈ ഇൻഫിനിറ്റ് ലൂപ്പിൽ കയറിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ശരിക്കും ബിസിനസ്സിൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകൂടെ, ഇവിടെ നിന്ന് നിങ്ങൾ താഴോട്ടേക്കാണ് പോകുന്നത് എങ്കിൽ നിങ്ങളുടെ വളർച്ച വളരെ സ്ലോ ആയിരിക്കും, വളരെ താഴോട്ടേക്ക് പോകും. അല്ലെങ്കിൽ അതേപോലെ ആ കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ ഈ വർഷവും നിങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം പോകുന്നതായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതേസമയം ഈ ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് കയറിയാൽ, അതായത് ഓഡിറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ ടൈം ഏറ്റവും മികച്ച കാര്യങ്ങൾക്ക് വേണ്ടി, ബ്രില്യൻ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങളുടെ ടൈമിനെ ഫില്ല് ചെയ്താൽ സംഭവിക്കുന്ന എന്താണ്? നിങ്ങൾ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് കയറും. അവിടെ സംഭവിക്കുന്ന എന്താ? യു ആർ മേക്കിംഗ് മോർ ആൻഡ് മോർ മണി. വെൻ യു ആർ മേക്കിംഗ് മോർ മണി, എന്താ ചെയ്യണ്ടേ? ബിസിനസ്സിൽ കുറച്ച് കാശ് വരുന്ന സമയത്ത്, ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യണ്ടേ? എന്താ പ്രിൻസേ ചെയ്യണ്ടേ? മെഷീൻ മേടിക്കുകയാണോ ചെയ്യണ്ടേ? വെയർഹൗസ് ഇടുകയാണോ ചെയ്യണ്ടേ? പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണോ ചെയ്യണ്ടേ? പുതിയ ഓഫീസ് ഇടുകയാണോ ചെയ്യണ്ടേ? നോ. നമ്മുടെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടായി നമുക്ക് കൂടുതൽ കാശുണ്ടാകുന്ന സമയത്ത്, ദ മോർ മണി യു ഗെറ്റ്, ദ മോർ ടൈം യു ഹാവ് ടു ബൈ ബാക്ക്. കൂടുതൽ കാശ് കിട്ടും തോറും കൂടുതൽ സമയം നിങ്ങൾ ബൈ ബാക്ക് ചെയ്യണം. ഇതിന്റെ അർത്ഥം വെറുതെ ആളുകളെ വിളിച്ച് കമ്പനിക്കകത്ത് തിക്കി നിറച്ച് വെക്കണം എന്നല്ല. ഈ ബൈ ബാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിച്ചു എന്ത്? നമ്മൾ ആദ്യത്തെ ലൂപ്പ് പോകുന്ന സമയത്ത്, ബൈ ബാക്ക് ലൂപ്പിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ടെറിബിൾ പുവർ ആൻഡ് ആവറേജ് ഡെലിഗേറ്റ് ചെയ്തു. നമ്മൾ ഡ്രൈവറെ വെച്ചു, നമ്മൾ കുക്കിനെ വെച്ചു, നമ്മളുടെ അഡ്മിനെ വെച്ചു, നമ്മളുടെ ഓപ്പറേഷൻസിലേക്ക് ആളുടെ വെച്ചു, ഡെലിവറിക്ക് ആളുടെ വെച്ചു. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുടെ വെച്ചു. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടി. ആ സമയം നമ്മൾ പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മണി മേക്കിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് കൂടുതൽ കാശുണ്ടായി. റൈറ്റ്? കൂടുതൽ കാശുണ്ടായി കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഗെറ്റ് ഇൻ ടു ദ ഇന്നർ സർക്കിൾ. ഗുഡായിട്ടുള്ള കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ ആളിനെ കണ്ടെത്തണം. അപ്പൊ എന്തായി? ഇവിടെ കൂടുതൽ കാശ് കൊടുക്കണം. അപ്പുറത്ത് കാശ് ഉണ്ടാക്കുന്നുണ്ട്, ഇത് ഡെലിഗേറ്റ് ചെയ്തതുകൊണ്ട് ആ കാശ് ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഗുഡ് കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം കണ്ടെത്തണം. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നു. ആ ഫ്രീ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ വീണ്ടും കാശുണ്ടാകുന്നു. അപ്പൊ നമ്മൾ ഗ്രേറ്റ് തിങ്സ് ഡെലിഗേറ്റ് ചെയ്യണം. സോ ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് കയറി കഴിയുമ്പോൾ യു ആർ മേക്കിംഗ് മോർ മണി. യൂസിങ് ദാറ്റ് മോർ മണി യു ഹാവ് ടു ബൈ ബാക്ക് മോർ ടൈം. കാര്യങ്ങൾ നടന്നു പോയാൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ എഡിറ്ററുടെ കാര്യമുള്ളൂ. ഒറ്റ എഡിറ്റർ. എനിക്ക് കൂടുതൽ ടൈം ബൈ ബാക്ക് ചെയ്യണം. അതിന് ഞാൻ 3 എഡിറ്റേഴ്സിനെ, കാരണം ഇറ്റ് ഈസ് എ കീ തിങ് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ. ബ്രില്യൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന 3 എഡിറ്റേഴ്സിനെ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം എന്താ? ഐ എം ഗെറ്റിംഗ് മോർ മണി, സോ ഐ ക്യാൻ ബൈ മോർ ടൈം. അങ്ങനെ വരുമ്പോൾ വി ക്യാൻ ഫിൽ അവർ ടൈം വിത്ത് ബ്രില്യൻ തിങ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ വെഹിക്കിൾ ആണ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? നമ്മൾ EOS പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ വെഹിക്കിൾ ആണ്. നമ്മൾക്ക് ഫിനാൻഷ്യലി എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു വാഹനമാണ് നമ്മളുടെ ബിസിനസ് എന്ന് നമ്മൾ പഠിച്ചു. ആ വാഹനത്തിനടിക്കുന്ന എണ്ണ എന്താണെന്നറിയോ? അതാണ് ടൈം. ടൈം ഈസ് ദ കറൻസി ഓഫ് യുവർ ബിസിനസ്. ടൈമാണ് നമ്മളുടെ ബിസിനസിന്റെ കറൻസി. ആ ടൈമിനെ ബൈബാക്ക് ചെയ്യാൻ നമുക്ക് പറ്റണം. സോ നമ്മൾ ഹയർ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഹലോ, ഇങ്ങോട്ട് നോക്കി. നമ്മൾ ഈ ടെറിബിൾ, പുവർ, ആവറേജ് ഇതൊക്കെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് എന്താ കിട്ടുന്നത്? നമ്മളുടെ സമയം ഫ്രീ ആകുന്നു. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യം, അത് കഴിഞ്ഞ് ആവശ്യമുള്ള കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നു. സോ എന്താണ് ഹയറിങ്? എന്തിനാണ് നമ്മൾ ഹയർ ചെയ്ത് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആളിനെ എടുക്കുന്ന? എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങോട്ട് നോക്കി. ഡോണ്ട് ഹയർ ടു റൺ യുവർ ബിസിനസ്. ഡോണ്ട് ഹയർ ടു റൺ യുവർ ബിസിനസ്. ഞാൻ അഖിലിനെ സെയിൽസിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ ബിസിനസ് റൺ ചെയ്യാനല്ല. ഞാൻ ഗ്രീഷ്മയെ എടുത്ത് അക്കൗണ്ട്സിലേക്ക് വെച്ചിരിക്കുന്നത് എൻ്റെ ബിസിനസ് റൺ ചെയ്യാനല്ല.
ഞാൻ വിനീഷിനെ എടുത്തിട്ട് എൻ്റെ ഡിസൈനിങ്ങിലേക്ക് വെച്ചിരിക്കുന്നത് എൻ്റെ ബിസിനസ് റൺ ചെയ്യാനല്ല. ഞാൻ ബിനോയെ എടുത്തിട്ട് എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വെച്ചിരിക്കുന്നത് എൻ്റെ ബിസിനസ് റൺ ചെയ്യാനല്ല. ഞാൻ അഖിലിനെയും ഗ്രീഷ്മയും ബിനോയെയും വിനീഷിനെ ഒക്കെ എടുത്തിരിക്കുന്നത് ഐ ഹയേർഡ് ടു ബൈ ബാക്ക് മൈ ടൈം. ഇല്ലെങ്കിൽ അഖില് ചെയ്യുന്ന പണി ഞാൻ ചെയ്യണം. കസ്റ്റമർ വിളിക്കുമ്പോൾ ഞാൻ കോൾ എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവോയ്സ് തരുന്ന പരിപാടി ഞാൻ ചെയ്യണം, ഗ്രീഷ്മ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയുടെ പരിപാടി ഞാൻ ചെയ്യണം, വിനീഷ് ഇല്ലെങ്കിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ കുത്തിയിരുന്ന് ചെയ്യണം. ഇവരെ ആരെയും ഞാൻ ഹയർ ചെയ്തിരിക്കുന്നത് എൻ്റെ ബിസിനസ് റൺ ചെയ്യാനല്ല. ഇവരെയൊക്കെ ഞാൻ ഹയർ ചെയ്തിരിക്കുന്നത് എൻ്റെ സമയം ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർ വിത്ത് മീ? സോ ഡോണ്ട് ഹയർ, എഴുതിക്കോ, ഡോണ്ട് ഹയർ ടു റൺ യുവർ ബിസിനസ്. ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി ഒരുത്തനെ ഹയർ ചെയ്യരുത്, അങ്ങനെ കിട്ടില്ല. ഹയർ ടു ബൈ ബാക്ക് യുവർ ടൈം. ഈ ഒരു ആംഗിളിൽ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാര്യം മനസ്സിലാവും. ആനന്ദേ, ഞാൻ അഖിലിനെ വെക്കുന്നു എൻ്റെ സെയിൽസ് കാര്യങ്ങൾ നോക്കാൻ. എന്തിനു വേണ്ടിയിട്ടാ ഞാൻ അഖിലിനെ വെച്ച്? എന്തിനു വേണ്ടിയിട്ടാ? സെയിൽസ് നോക്കി എൻ്റെ ബിസിനസ് റൺ ചെയ്യാനല്ല, എനിക്ക് എൻ്റെ സമയം അതിനുവേണ്ടി ഞാൻ ചെലവാക്കേണ്ടിയിരുന്ന പൊട്ടൻഷ്യൽ ടൈം എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി. കറക്റ്റ്? അഖിലിനെ അവിടെ വെച്ചിട്ട് അവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ഞാൻ അവന്റെ പിന്നിൽ നിൽക്കേണ്ടി വരികയാണെങ്കിലോ? ഹലോ 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 അഖിലിനെ ഞാൻ വെച്ചു, അവൻ പണിയെടുക്കുന്നുണ്ടോന്നറിയാൻ ഈ സമയം മുഴുവൻ ഫില്ല് ചെയ്ത് എൻ്റെ ബ്രില്യൻ കാര്യങ്ങൾ നോക്കേണ്ട സമയത്ത് ഞാൻ അഖിലിന്റെ പിന്നാലെ നടക്കുക, നീ പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. ഇതിനായിരുന്നു ഹയർ ചെയ്തേ? അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു അഖിൽ? ഗ്രീഷ്മയെ വെക്കുന്നു, ഇൻവോയ്സ് ചെയ്യണം, പേയ്മെന്റ് മേടിക്കണം, കൃത്യമായി ടാക്സ് അടയ്ക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവളെ ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്യണം. എന്നിട്ട് നേരം വെളുത്തപ്പോ തൊട്ട് ഞാൻ ഗ്രീഷ്മയുടെ പിന്നാലെ നടക്കുകയാണ്. ഗ്രീഷ്മ അത് ചെയ്തായിരുന്നോ, ഇത് ചെയ്തായിരുന്നോ, അവിടെ കൊടുത്തായിരുന്നോ, ഈ ഇൻവോയ്സ് കൊടുത്തായിരുന്നോ? ഹലോ, ഈസ് ഇറ്റ് ഡെലിഗേഷൻ? ഈസ് ഇറ്റ് ഹയറിംഗ്? അവനെ എടുത്തു വെച്ചത് തന്നെ എൻ്റെ സമയം ലാഭിക്കാൻ. ഇന്ന് എൻ്റെ ഏറ്റവും കൂടുതൽ സമയം കൊണ്ടുപോകുന്നതും അവൻ. അടിപൊളി. അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ? എടാ, അഖിൽ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ അഖിലിനോട് പച്ചയ്ക്ക് പറയുന്ന കാര്യം, അഖിൽ, ഞാൻ അഖിലിനെ എടുത്തു വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യണോന്ന് അഖിലിന് പറഞ്ഞു തരാനല്ല, എന്ത് ചെയ്യണോന്ന് അഖിൽ എനിക്ക് പറഞ്ഞു തരണം. അതിനുവേണ്ടിയാണ് ഞാൻ അഖിലിനെ എടുത്തു വെച്ചിരിക്കുന്നത്. ഗ്ലോബൽ സെയിൽസ് കൂട്ടണം, സൗദിയിൽ നിന്ന് സെയിൽ കൂടണം, ഖത്തറിൽ നിന്ന് സെയിൽ കൂടണം, UAE നിന്ന് സെയിൽ കൂടണം. എന്ത് ചെയ്യണം സാറേ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് പറയണം? അഖിലെ, അതിനാണ് ഞാൻ നിന്നെ എടുത്തു വെച്ചേക്കുന്നത്. ഞാൻ നിന്നോടാ ചോദിക്കണ്ടേ എന്താ ചെയ്യണ്ട സാറേ എന്ന്. അല്ലാതെ നീ നേരം വിളക്കുമ്പോ എൻ്റെ അടുത്ത് വന്നേച്ച് സാറേ നമുക്ക് സൗദി സെയിൽ കൂട്ടണ്ടായോ? അതിനല്ലേ നിന്നെ എടുത്തേ. You have to find a way. You have to teach me about what to do. നീ എന്നെ പഠിപ്പിക്കണം, നീ എന്നോട് പറയണം എന്ത് ചെയ്യണം സൗദി സെയിൽസ് കൂട്ടാൻ. അതല്ലാതെ ഞാൻ ശമ്പളം തന്നിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് സൗദിയിൽ എങ്ങനെ സെയിൽ കൂട്ടാം. ഇവിടെയാണ് നമ്മൾ ഒരു മെട്രിക്സ് പഠിക്കാൻ പോവുകയാണ്. ഡെലിഗേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒരു മെട്രിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നു മുതൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചോളുക. ഒന്ന്, നമ്മുടെ 6 എബിലിറ്റീസിനെ കുറിച്ച്, ദെൻ നമ്മളുടെ ബൈബാക്ക് ലൂപ്പിനെ കുറിച്ച്. പെയിൻ വരുന്നു, താഴേക്ക് പോകുന്നു, ഇവിടെ വെച്ച് നമ്മൾ കൃത്യമായിട്ട് എന്താണെന്ന് ഓഡിറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഈ 2 കാര്യങ്ങളും പ്ലസ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ 3ാമത്തെ കാര്യം കൂടെ ചേരുമ്പോൾ നിങ്ങൾക്ക് ഒരു ടീമിനെ റൺ ചെയ്യാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അതാണ് DRIP മെട്രിക്സ്. DRIP മെട്രിക്സ്, ദ ഡ്രിപ്പ് മെട്രിക്സ് എന്നറിയപ്പെടും. ഓക്കെ, യെസ്, വരച്ചോ, മെട്രിക്സ് വരച്ചോ. ആസ് യൂഷ്വൽ നമ്മുടെ ഏറ്റവും പവർഫുൾ സാധനം ഏത്? മെട്രിക്സ്.
എനിക്ക് എന്ത് സാധനവും ഇങ്ങനെ പഠിപ്പിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. യെസ്, ഡ്രിപ്പ്. DRIP. ഞാൻ എഴുതിയ പോലെ തന്നെ എഴുതണം. ലെഫ്റ്റ് താഴെ D, ലെഫ്റ്റ് മുകളിൽ R, റൈറ്റ് താഴെ I, റൈറ്റ് മുകളിൽ P. D for delegation. R for replacement. R എന്താ? Replacement. I for investment. And P for production. അപ്പൊ എന്തൊക്കെയാ? ഡെലിഗേഷൻ, റീപ്ലേസ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ ടാസ്കും, ഓരോ ടു ഡു ലിസ്റ്റിലെ ഓരോ ഐറ്റംസും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം വാല്യുബിൾ ആണ് എന്ന് കണ്ടെത്താൻ പോവുകയാണ്. ചിലരുണ്ട് ഇവിടെ ഫുൾ ടൈം ബിസി, വൈകിട്ട് തൊട്ട് രാത്രി വരെ ബിസി. 24 മണിക്കൂറും ബിസി. ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ പ്രൊഡക്റ്റീവ്. ഒരാൾ 24 മണിക്കൂറും ബിസി ആയിട്ട് ഇരിക്കുന്നു എന്നതിന്റെ അർത്ഥം അയാൾ കാശുണ്ടാക്കുന്നെന്നോ അയാൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആണെന്നോ അല്ല. സോ എന്താണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത് എന്നതിന് എങ്ങനെ വാല്യുവേഷൻ കൊടുക്കാം? ആനന്ദ് ഒരു ദിവസം ചെയ്യുന്ന ഒരു കാര്യം അതിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കാം? അസ്മലിക്ക ചെയ്യുന്ന ഒരു കാര്യം, അസ്മലിക്ക പറയാണ് ഇത് ഞാൻ തന്നെ ചെയ്തേ പറ്റൂ. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, ഈസ് ദാറ്റ് ടാസ്ക് എ വാല്യുബിൾ ടാസ്ക്? ഇതിനേക്കാൾ മികച്ച കാര്യം ആ സമയം കൊണ്ട് ഇക്കയ്ക്ക് ചെയ്യരുതോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് വെച്ചിട്ടാണ് എൻ്റെ ലൈഫിലെ എന്തെല്ലാം കാര്യങ്ങളിൽ ഞാൻ ടെറിബിൾ ആണോ, ഞാൻ പുവർ ആണോ, ഞാൻ ആവറേജ് ആണോ, ഞാൻ ഗുഡ് ആൻഡ് ഗ്രേറ്റ് ആണോ, അപ് ടു ഗ്രേറ്റ് വരെ ഞാനിപ്പോൾ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ് ടു ഗ്രേറ്റ് ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ ബ്രില്യൻസിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വളർച്ച നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ കൺസിസ്റ്റൻസിയുടെ റീസൺ ഈ പറഞ്ഞ ഔട്ടർ ലെയറിൽ നിന്ന് ഓരോന്നായിട്ട് ഞാൻ ഒഴിവാക്കി കൊണ്ടുവരുന്നതിന്റെ റിസൾട്ടാണ്. കാരണം അത് ഒഴിവാക്കി വരും തോറും എനിക്ക് കൂടുതൽ സമയം കിട്ടുന്നു. ആ സമയം ഞാൻ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. അപ്പോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്ന് അനലൈസ് ചെയ്യണ്ടേ, ഒന്ന് വാലിഡേറ്റ് ചെയ്യണ്ടേ? പ്രിൻസിന് തോന്നും ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, പ്രിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശരി, ഇങ്ങനെ തന്നെയാണ് ഒരു ബിസിനസ് ഓണർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ഇന്നത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രിൻസിന്റെ തോന്നലാണ്. നമ്മൾ അതിനെ വാലിഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ തോന്നൽ ശരിയാണോ എന്ന് നോക്കാൻ പോവുകയാണ്. ഇതിനെ മെഷർ ചെയ്യാൻ വേണ്ടി 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്, ബേസ്ഡ് ഓൺ ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് എനർജി. എന്താണ് മണി ആൻഡ് എനർജി? അപ്പൊ ഇവിടെ ഒന്ന് എഴുതിക്കോ, ഇവിടുന്ന് താഴെ മേക്സ് യു മണി, ഇങ്ങനെ ഒരു ആരോ ഇട്ടു, മേക്സ് യു മണി. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കാശ് കിട്ടുന്നുണ്ട്, മേക്സ് യു മണി. ഇവിടെ ഗീവ്സ് യു എനർജി. ഈ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന് ഈ സൈഡിൽ വരുന്നത്, ഇവിടുന്ന് താഴെ നിന്ന് തുടങ്ങി മേളോട്ടാണ് ആരോ വരുന്നത്, മേക്സ് യു മണി, കാശ് കിട്ടുന്നുണ്ട്. ഇവിടുന്ന് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇവിടെയാണ് ആരോ വരുന്നത്, ഗീവ്സ് യു എനർജി. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. ഈ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് ആ ടാസ്ക് ചെയ്യുന്നത് കൊണ്ട് എത്രത്തോളം പണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ആ ടാസ്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം എനർജി ആ ആക്ഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ഇതറിയാൻ പോവുകയാണ്.
ആർ യു വിത്ത് മീ? ഇപ്പൊ മെട്രിക്സ് എന്താ? ഡ്രിപ്പ്, DRIP. എന്തൊക്കെയാണ്? ഡെലിഗേഷൻ, റീപ്ലേസ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോ ഒരു മനുഷ്യൻ ഒരു ദിവസം ചെയ്യുന്ന ടാസ്കുകളെ നമ്മൾ 4 കാറ്റഗറി ആക്കാൻ പോവുകയാണ്, ബേസ്ഡ് ഓൺ 2 ക്രൈറ്റീരിയ ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് എനർജി. ആ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം കാശ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ആ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം എനർജി അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ ഈ ടെറിബിൾ, ആവറേജ്, ഗുഡ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഡ്രിപ്പ് എന്തിനാ പഠിക്കുന്നത് എന്നൊന്ന് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോ പ്രിൻസ് ആലോചിക്കുകയാണ്, കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. ഏത് പാതിരാത്രിയിലും എവിടെയും വണ്ടി ഓടിക്കാൻ എനിക്കറിയാം. കണ്ണും പൂട്ടി ഞാൻ വണ്ടി ഓടിക്കും, വിച്ച് മീൻസ് ഐ ആം ബ്രില്യൻ്റ് അറ്റ് ഡ്രൈവിംഗ്. അപ്പൊ പ്രിൻസിന് തോന്നുകയാണ്, ഞാൻ ഡ്രൈവിംഗിൽ ബ്രില്യൻ്റ് അല്ലേ, അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ഇത് ഈ രീതിയിൽ നോക്കിയില്ലെങ്കിൽ നൗഷാദിന് തോന്നുകയാണ്, എനിക്ക് നന്നായിട്ട് അയൺ ചെയ്യാൻ അറിയാം, ഞാനാണ് ഇത്രയും നാൾ എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരുന്നത്, ആൻഡ് ഐ ആം ഗുഡ് അറ്റ് ഇറ്റ്. ഞാൻ അയൺ ചെയ്യുന്നതിൽ ഗ്രേറ്റ് ആണ്, അടിപൊളിയായിട്ട് ഞാൻ അയൺ ചെയ്യും. പിന്നെന്താ പ്രശ്നം? ഐ ആം ഗുഡ് അറ്റ് ഇറ്റ്, ഐ ആം ഗ്രേറ്റ് അറ്റ് ഇറ്റ്. പിന്നെന്താ ഞാൻ അയൺ ചെയ്താൽ? അനൂപിന് തോന്നുകയാണ്, കുക്കിങ്ങിൽ ഞാൻ പൊളിയാണ്, സൂപ്പറായിട്ട് ഞാൻ കുക്ക് ചെയ്യും, അപ്പം ഐ ആം ഗ്രേറ്റ് അറ്റ് ഇറ്റ്. അനൂപ് അതിൽ ഗ്രേറ്റ് ആണ്. പ്രവീണിന് തോന്നുകയാണ്, പ്രവീൺ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിൽ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ ഞാൻ ഭയങ്കര പുലിയാണ്, ഗ്രേറ്റ് ആണ്. പിന്നെ എന്തിനാണ് ഞാൻ അത് കളയുന്നത്? അതെന്റെ ഗ്രേറ്റ് അല്ലേ, എൻ്റെ ഗുഡ് അല്ലേ? ഈ കൺഫ്യൂഷൻ വരുന്നിടത്താണ് നമുക്ക് എന്ത് വേണ്ടി വരുന്നത്? നമ്മളുടെ ഡ്രിപ്പ് നമുക്ക് ഉപകാരപ്പെടുന്നത്. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്ന ടാസ്കിനെ നമ്മൾ 4ആയിട്ട് തിരിച്ചു: ഡെലിഗേഷൻ, റീപ്ലേസ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ്, പ്രൊഡക്ഷൻ, ബേസ്ഡ് ഓൺ മണി യു മേക്ക് ആൻഡ് എനർജി യു പ്രൊഡ്യൂസ്. ക്ലിയർ? ഇത്രയും കാര്യം മനസ്സിലായോ? ഡെലിഗേഷൻ, ആദ്യത്തെ ഡെലിഗേഷൻ. ഈ ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് 2 കണ്ടീഷനാണ്. ഇറ്റ് മേക്സ് യു വെരി ലിറ്റിൽ മണി, മേക്സ് ലിറ്റിൽ മണി. കാരണം എന്താ? മെട്രിക്സിൽ താഴെയാണ്. ഇവിടെ എന്താണ്? ഇറ്റ് മേക്സ് വെരി ലിറ്റിൽ മണി ആൻഡ് ഡ്രെയിൻസ് യുവർ എനർജി, ഡ്രെയിൻസ് യുവർ എനർജി. ഈ ടാസ്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇൻകം ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ഇൻകം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കുറച്ച് പൈസ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇറ്റ് ഡ്രെയിൻസ് യുവർ എനർജി. ഞാനിരുന്ന് ഇൻവോയ്സ് ബില്ല് ചെയ്യാണ്. ഇൻവോയ്സ് അടിച്ചെന്ന് പറഞ്ഞിട്ട് ആ ടാസ്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഇൻകം തരുന്ന കാര്യമാണോ ഇൻവോയ്സ് അടിക്കുന്ന അഡ്മിൻ ടാസ്ക്? അല്ല. ഇത് ഒരേ കാര്യം തന്നെ കമ്പ്യൂട്ടറിൽ നോക്കിയിരുന്ന് ചെയ്യുകയും വേണം. പേര് തെറ്റിപ്പോകരുത്, പ്രിൻസിന്റെ GST നമ്പർ മാറിപ്പോകരുത്, ഇതെല്ലാം നോക്കി, മെയിൽ ID നോക്കി, നമ്പരും കറക്റ്റ് ആക്കി, അഡ്രസ്സും കറക്റ്റ് ആക്കി ചെയ്യണം. ഇവിടെ എനിക്ക് എനർജി കൂടുകയാണോ കുറയുകയാണോ? ഇറ്റ് ഡ്രെയിൻസ് മൈ എനർജി, റൈറ്റ്? ഞാനൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞു, ആ ക്ലാസ് എടുത്ത വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും അടിപൊളി സാധനം, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ക്ലാസ് 12 മണിക്കൂർ ലെങ്ത് ആണ്, അതിൽ നിന്ന് എനിക്ക് 60 സെക്കൻഡ് ഉള്ള 100 വീഡിയോസ് കട്ട് ചെയ്തെടുക്കണം. എത്ര എഫേർട്ട് ഞാൻ ഇടണം ഈ ക്ലാസ് കാണാൻ? ഈ വീഡിയോ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും കാശ് കിട്ടുന്നുണ്ടോ? നോ. ചിലപ്പോ ഒരു ഡിസൈനർക്ക് കൊടുക്കേണ്ട പൈസ ഞാൻ അവിടെ ലാഭിക്കുന്നുണ്ടാവും, ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് എ മിനിമം വേജ് ജോബ്, കറക്റ്റ്? ബട്ട് ഇതെന്റെ എനർജി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഡെലിഗേഷൻ എന്താണ്? ടാസ്ക് വിച്ച് യു ഡു ദാറ്റ് ഈസ് മേക്കിംഗ് വെരി ലിറ്റിൽ മണി ആൻഡ് ഡ്രെയിൻസ് യുവർ എനർജി. അതാണ് ഡെലിഗേഷൻ. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ആയിക്കോട്ടെ, ബില്ലിംഗ് ആയിക്കോട്ടെ, ഇൻവോയ്സിങ് ആയിക്കോട്ടെ. ഇപ്പൊ എനിക്ക് ഇന്ന് ഞാൻ നാട്ടിലേക്ക് വരികയാണ്, എൻ്റെ ട്രാവൽ അറേഞ്ച്മെന്റ്സ്, ഏതൊക്കെ ഫ്ലൈറ്റ് അവൈലബിൾ ആണ്, ഏതൊക്കെ ടൈമിൽ അവൈലബിൾ ആണ്, സീറ്റ് നോക്കി എടുക്കുന്നത്, ഇതൊക്കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് എനി മണി. ആ ട്രാവലിംഗ് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കാശ് കിട്ടത്തില്ല. മാത്രമല്ല, ഇതിങ്ങനെ നോക്കിയിരുന്ന ഓരോ ഫ്ലൈറ്റ് ഞാൻ എന്ത് ചെയ്യും? ആരിഫിനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുക, ആരിഫെ എനിക്ക് ഇതാണ്ട കൊച്ചിയിലേക്ക് ഇന്ന ദിവസം വരണം,
ആരിഫിന്റെ ടീമിന് അറിയാം എനിക്ക് ഏത് സമയമാണ് ഫ്ലൈ ചെയ്യേണ്ടത്, എനിക്ക് ഏത് ഫ്ലൈറ്റ് ആണ് ഇഷ്ടം, ഏത് സീറ്റാണ് എനിക്ക് വേണ്ടത്, ഇതൊക്കെ അവർക്കറിയാം. ഐ ഹാവ് ഓൾറെഡി ഡെലിഗേറ്റഡ് ആൻഡ് ഐ ഹാവ് ഓൾറെഡി ടീച്ച് ദം എനിക്ക് എന്ത് വേണം. സോ ഇതെല്ലാം ഞാൻ ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. മെയിലിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല, കോള് ഞാൻ എടുക്കാറില്ല. എനിക്ക് വരുന്ന എൻ്റെ ഓഫീസിലേക്ക് വരുന്ന ഒരു കോൾസും ഏതാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ കോൾ എടുത്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻകം കിട്ടത്തില്ല. മാത്രമല്ല അൺവാണ്ടഡ് ആയിട്ട് 100 പേര് വിളിക്കുന്നതിൽ ഒരെണ്ണമായിരിക്കും കൺവേർട്ട് ആകുന്നത്. ബാക്കി 99 എണ്ണവും എൻ്റെ എനർജി കളയുന്നതായിരിക്കും, എന്നെ തെറി വിളിക്കാൻ വിളിക്കുന്നതായിരിക്കും, എന്നെ പരിചയപ്പെടാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള ടാസ്കുകൾ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു ഡെലിഗേറ്റ്. കിങ്സ് ക്ലബിലുള്ള സ്ട്രഗിൾ ചെയ്യുന്ന ഏതൊരാളുണ്ടോ, നിങ്ങളുടെ ഡ്രിപ്പ് ഞാൻ റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വന്നു വീഴുന്നത് ഈ മെട്രിക്സിൽ, ഈ ക്വാഡ്രന്റിലായിരിക്കും. ആനന്ദേ, ആദ്യം ഞാൻ ചെയ്ത കാര്യം ഈ കോളത്തിൽ എനിക്ക് ഒരു ടാസ്ക് പോലും ഇല്ല എന്ന് ഞാൻ എൻഷുർ ചെയ്തു. കാരണം അത് ഞാൻ ചെയ്താൽ ഇറ്റ് ഈസ് ജസ്റ്റ് മേക്കിംഗ് മീ വെരി ലിറ്റിൽ മണി ആൻഡ് ഇറ്റ് ഈസ് ഡ്രെയിനിങ് മൈ എനർജി. എൻ്റെ എനർജി മൊത്തം പോവുകയും ചെയ്യും, എനിക്ക് കാശൊന്നും ഒട്ട് കിട്ടുന്നുമില്ല. ഞാൻ എന്തിനാ ജയറാമിനെ വെച്ച്, എന്തിനാ സനീഷിനെ വെച്ച്, എന്തിനാണ് ഓരോ കാര്യങ്ങൾക്കും ഈ പറഞ്ഞ ആളുകളെ വെച്ച് ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലായോ? എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, എനിക്ക് വണ്ടി കഴുകുന്നതിൽ മടിയുണ്ടായിട്ടല്ല, എനിക്ക് പോയി ഇൻഷുറൻസ് അടയ്ക്കാൻ സമയമില്ലാഞ്ഞിട്ടല്ല. ബട്ട് ആ സമയം മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്നത് ഈ കാര്യങ്ങൾ ചെയ്ത് അങ്ങ് ബിസിയായി നാട്ടുകാരെയും വീട്ടുകാരെയും കാണിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് വിജയിക്കുമെന്ന്. ഈ കാര്യം ചെയ്യുന്ന ഏത് ബിസിനസ്സുകാരൻ ഇവിടെ ഉണ്ടോ, നിങ്ങളുടെ വളർച്ച സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ നില്ലായിരിക്കും. ഇതാണ് നമ്മൾ ഈ പഠിച്ച നമ്മളുടെ 6 എബിലിറ്റീസിൻ്റെ അകത്തെ ഔട്ടർ ലെവലിൽ വരുന്ന, ഔട്ടർ സർക്കിളിൽ വരുന്ന ലോ വാല്യൂ ആക്ടിവിറ്റീസ്. എന്താണ് അതിന്റെ പേര്? ലോ വാല്യൂ ആക്ടിവിറ്റീസ്. അപ്പോൾ ഡെലിഗേഷൻ ക്വാഡ്രന്റിൽ വരുന്ന ഓരോ ടാസ്കിന്റെ പേരെന്താ? ലോ വാല്യൂ ആക്ടിവിറ്റി. ആനന്ദേ, ഇത് ആക്ച്വലി നമ്മളുടെ തോളിൽ എടുത്തു വെച്ചിരിക്കുന്ന ഭാരമാണ്. ഈ സാധനത്തിന്റെ അകത്തെ ലിസ്റ്റിന്റെ എണ്ണം കൂടും തോറും എൻ്റെ ചിറകുകൾക്ക് ഭാരം കൂടും. എൻ്റെ ചിറകിന് ഭാരം കൂടിയാൽ എനിക്ക് ഉയർന്നു പറക്കാൻ പറ്റില്ല. സോ ഫൗണ്ടറുടെ തോളിന്റെ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട സ്പേസ് നമ്മളുടെ ബ്രെയിൻ്റെ അകമാണ്. ആ ബ്രില്യൻ്റ് കാര്യം ചെയ്യേണ്ട സമയത്ത്, ആ ഇന്റലക്ച്വൽ ആയിട്ട് ചിന്തിക്കേണ്ട സമയത്ത് ഇങ്ങനെയുള്ള നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള, നോൺ വാല്യുബിൾ ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്ത് ഒരു ദിവസം തികയ്ക്കുക എന്ന് പറയുന്നത് ആരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. ഒന്നും ചെയ്യാതെ കട്ടിലേക്ക് കയറി കിടന്നാലും ഈ ഓഫീസിൽ പോയിരുന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും രണ്ടും ഒരുപോലെ തന്നെയാണ്. സോ ലോ വാല്യൂ ആക്ടിവിറ്റീസ്, അവർ ഔട്ടർ ലെയറിലുള്ള ലോ വാല്യൂ ആക്ടിവിറ്റീസ് ആണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡെലിഗേഷൻ ക്വാഡ്രന്റിൽ വരുന്ന ഏതൊരു ടാസ്കും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. എങ്ങനെയാ കണ്ടെത്തുന്നേ? നോക്ക്, ഓഡിറ്റിൽ കൂടി. എന്തിനാ ഓഡിറ്റ് ചെയ്യുന്നേ? എന്തെല്ലാം ലോ വാല്യൂ, ലോ മണി മേക്കിംഗ്, ലോ ആൻഡ് ഹൈ എനർജി ഡ്രെയിനിങ് ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഈ ഓഡിറ്റിൽ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ടാസ്കുകളെ ഡെലിഗേറ്റ് ചെയ്തേക്കുക. മൂവ് ടു someone else quickly. All the tasks that is bringing in less money or saving you less money, transfer it quickly. എങ്ങനെയാ ട്രാൻസ്ഫർ ചെയ്യണ്ടേ? നോക്ക്, എന്താണ് ഈ ട്രാൻസ്ഫറിന്റെ അർത്ഥം? ഇത്രയും നാൾ ഇതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇനി നോക്ക്, ഓഡിറ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അറിയുന്നേ? ഓഡിറ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു ടു someone else. അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്കാകാം, മറ്റൊരു മനുഷ്യനാകാം, ആർക്കും ആകാം. നെക്സ്റ്റ്, റീപ്ലേസ്മെന്റ് ക്വാഡ്രന്റ്. അപ്പൊ ഡെലിഗേഷൻ ക്വാഡ്രന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്ത് ആക്ടിവിറ്റി ദാറ്റ് ഈസ് മേക്കിംഗ് വെരി ലിറ്റിൽ മണി ഓർ മേക്കിംഗ് നോ മണി ഓർ സേവിങ് ലിറ്റിൽ മണി ആൻഡ് ഡ്രെയിനിങ് യുവർ എനർജി, നമ്മളുടെ എനർജി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ടാസ്കുകളെല്ലാം ഫൈൻഡ് ഇറ്റ് ആൻഡ് റീപ്ലേസ് ഇറ്റ്, ഡെലിഗേറ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. നെക്സ്റ്റ് ഈസ് റീപ്ലേസ്മെന്റ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്
മേക്സ് യു മണി, കാശുണ്ടാക്കും, മേക്സ് യു മണി, ബട്ട് ഡ്രെയിൻ യുവർ എനർജി. ഈ ടാസ്കുകളുടെ പ്രത്യേകത, കാശുണ്ടാക്കാം, പക്ഷേ നമ്മളുടെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കാം. ഇത് നമ്മളുടെ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ സർക്കിളിലോട്ട് നോക്കിക്കേ, എബിലിറ്റീസിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഡെലിഗേഷൻ ക്വാഡ്രന്റിൽ പോകുന്ന കാര്യങ്ങളാണ്. ബട്ട് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ തിങ്സ് വിച്ച് വി ആർ ഗുഡ് അറ്റ്, പ്രിൻസ് സെയിൽസിൽ ഗുഡാണ്. ഈ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിന് എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കസ്റ്റമർ ആറ്റിങ്ങല, പ്രിൻസ് എറണാകുളത്താ. എറണാകുളത്ത് നിന്ന് ആറ്റിങ്ങൽ പോയി കണ്ട് ഇത് ക്ലോസ് ചെയ്യണം. 2 ദിവസത്തെ പരിപാടിയാണ്, ആണോ പ്രിൻസേ? വെളുപ്പാങ്കാലത്ത് പോയി പാതിരാത്രി തിരിച്ചു വരുന്നു. ഈ യാത്ര ചെയ്തതിന്റെ ക്ഷീണം നെക്സ്റ്റ് ഡേ ഉണ്ടാവും. 2 ദിവസത്തെ പരിപാടി. വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഡ്രെയിൻസ് യുവർ എനർജി, ബട്ട് യു ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. അത് നമ്മുടെ സെയിൽസ് ആവാം, മാർക്കറ്റിംഗ് ആകാം, നമ്മുടെ ടീമിനെ മാനേജ് ചെയ്യുന്ന പരിപാടിയാകാം. ഈ ഡെലിഗേഷൻ പരിപാടിയുമായി നോക്കുമ്പോൾ അതാണ്ട് ഈ ക്വാഡ്രന്റ് ഉണ്ടല്ലോ താഴത്തെ, ആദ്യം പഠിച്ച് ഈ ക്വാഡ്രന്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഡെലിഗേഷനാണ്. കുറച്ചും കൂടെ, അതുകൊണ്ട് തന്നെ ഉണ്ണിയേട്ട എന്താണ്, കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അത് ഡെലിഗേറ്റ് ചെയ്യാൻ. കാരണം എന്താ? വി ആർ ഗുഡ് അറ്റ് ഇറ്റ്. ഞാൻ ഇന്നലെ എന്താ നമ്മൾ പഠിച്ചേ? അകത്തോട്ട് പോകും തോറും അത് റീപ്ലേസ് ചെയ്യാനോ ഏൽപ്പിക്കാനോ പറ്റുന്ന ആളുകളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. കറക്റ്റ്? എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അതിനെ റീപ്ലേസ് ചെയ്യാൻ യു നീഡ് മോർ ടാലന്റഡ് പീപ്പിൾ. സോ എനിക്ക് ഇപ്പൊ കിങ്സ് ക്ലബിന്റെ ക്ലോസിങ്, അല്ലെങ്കിൽ എനിക്ക് വെബിനാറിന്റെ ക്ലോസിങ്, ഓക്കെ, കോൾ വരുന്നു, ഞാൻ എടുക്കുന്നു, സംസാരിക്കുന്നു, യെസ് ഇറ്റ് ഈസ് മേക്കിംഗ് മണി ഫോർ മീ. പക്ഷെ 25 കോൾ വരുമ്പോൾ അതിൽ നിന്ന് ഒരു കൺവേർഷൻ ആയിരിക്കും വരുന്നത്. വാട്ട് അബൌട്ട് ദ റെസ്റ്റ് 24? ഇറ്റ് ഈസ് ഡ്രെയിനിങ് എനർജി ഫ്രം മീ. ഈവൻ ഈ 11,800 രൂപ എനിക്ക് തരാൻ വിളിക്കുന്ന നൗഷാദ് ആണെങ്കിൽ പോലും നൗഷാദ് ഒരു അരമണിക്കൂർ എന്നോട് സംസാരിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്ക് കാശ് കിട്ടുന്നുണ്ട്, പക്ഷെ എൻ്റെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ബിസിനസ് ഓണേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇത് വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറാവത്തില്ല. ഇത് ഞാൻ ചെയ്താലേ ശരിയാവത്തുള്ളൂ സാറേ. മാത്രമല്ല ഇതാണ് നമ്മളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ, ഇതുകൊണ്ടാ ജീവിച്ചു പോന്നേ. ഞാൻ സെയിൽ എടുത്തില്ല, നടക്കില്ല സാറേ. ഞാൻ കസ്റ്റമറെ കണ്ടില്ല, നടക്കില്ല സാറേ. ഞാൻ പോയില്ലെങ്കിൽ അത് ക്ലോസിങ് നടക്കില്ല സാറേ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ആ സെയില് നടക്കും, എനർജി കുറയും. എനർജി കുറയുന്നതുകൊണ്ട് തന്നെ കമ്പനി വളരത്തില്ല, നിങ്ങൾ റോളിങ്ങിലേക്ക് മാറും. ഹലോ, ചില ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, അവരുടെ വിചാരം ഈ ലോ വാല്യൂ ടാസ്കുകളൊക്കെ അങ്ങോട്ട് ഡെലിഗേറ്റ് ചെയ്തിട്ട് ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ അടിപൊളി, ഇതാണ് ഡെലിഗേഷൻ, ഇതാണ് ബിസിനസ്. അതല്ല ബിസിനസ്. ഇവിടുത്തെ പ്രശ്നം എന്താ അസ്മലിക്ക? യു ബിക്കം ദ ബോട്ടിൽ നെക്ക്. യു ബിക്കം ദ ബോട്ടിൽ നെക്ക്. ഇതുകൊണ്ടാ പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തപ്പോഴാണോ വിജയിച്ചത്, സെക്കൻഡ് സ്റ്റേജിൽ എത്തുമ്പോൾ അതേ കാര്യങ്ങൾ നമ്മുടെ നാശത്തിന് കാരണമാകും. ഫസ്റ്റ് സ്റ്റേജിൽ വെബിനാറിലേക്ക് എൻക്വയറി വന്നാൽ, അല്ലെ 1 ഡേ പ്രോഗ്രാമിന് എൻക്വയറി വന്നാൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ക്ലോസ് ചെയ്യുന്നത്. ഇതും പിടിച്ചോണ്ട് ഞാൻ അടുത്ത ലെവലിലും ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ തന്നെ അത് ചെയ്തുകൊണ്ടിരുന്നാൽ, യെസ് ഇറ്റ് ഈസ് മേക്കിംഗ് മണി ഫോർ മീ, ബട്ട് ഇറ്റ് ഈസ് ട്രെയിനിങ് മൈ എനർജി. സോ ഡെലിഗേഷൻ ടാസ്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വളരെ ക്വിക്കായിട്ട് ആളിനെ കണ്ടെത്തി ഏൽപ്പിക്കാൻ പറ്റും. ബട്ട് ദിസ് വിൽ ടേക്ക് സം ടൈം. ഇതിന് എക്സാക്ട് റീപ്ലേസ്മെന്റ് കിട്ടാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ഈ ക്വാഡ്രന്റിൽ വരുന്ന ടാസ്കുകളെ കണ്ടെത്തി ലോങ് ടേമിലേക്ക് അവരെ പഠിപ്പിച്ചെടുത്ത് കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്തോണം. ഞാൻ അഖിലിനെ റീപ്ലേസ് എൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പൊ അഖിലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അഖിലിനെ ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു കണ്ടീഷനെ ഞാൻ ചോദിച്ചോളൂ. അഖിലെ, 2028 ജനുവരി 1 ലൈഫ് ടൈം എൻ്റെ കൂടെ നിൽക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അടുത്ത 3 വർഷത്തേക്ക് എൻ്റെ അടുത്തൊന്നും പോകത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ അഖിലിനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോവുകയാണ്. അഖിൽ എന്നോട് പറഞ്ഞു, സാർ ട്രെയിനിങ് മേഖല തന്നെയാണ് ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ട്രെയിനിങ്ങിലേക്കൊന്നും പോകാനല്ല ഉദ്ദേശം, എനിക്ക് ഇതിൻ്റെ അകത്ത് സെയിൽസിൽ എനിക്ക് കയറി പോകണം. അതിന് ഇന്ന് ഏറ്റവും മികച്ചത്, എനിക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ളതും എനിക്ക് പറ്റുന്നതായിട്ടുള്ളതും അനിൽ സാറാണ്. അതുകൊണ്ട് 3 years അല്ല 5 yearsലേക്ക്
ഞാൻ കമ്മിറ്റ് ചെയ്യാണ്, ഞാൻ പോവില്ല. എത്ര വലിയ ഓപ്പർച്യൂണിറ്റി വന്നാലും എന്ത് കാര്യം വന്നാലും ഞാൻ പോവില്ല. എന്തിനാണ് ഇങ്ങനൊരു, ഞാൻ ഇതൊക്കെ നടന്ന കാര്യമാണ്, നിങ്ങൾക്ക് അകലിനോട് ചോദിക്കാം, എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് എടുത്ത്? ഇതിന്റെ ജയറാമിനെ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചില്ല, ഇപ്പൊ അവൻ പോവാണ്, എനിക്ക് പ്രശ്നമില്ല. കാരണം എനി ടൈം ഐ ക്യാൻ റീപ്ലേസ്, എനി വൺ ഐ ക്യാൻ ഡെലിഗേറ്റ്. ബട്ട് ഇവിടേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. ലോങ് റണ്ണിൽ മാത്രമേ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റൂ. ആർ യു വിത്ത് മീ? മാത്രമല്ല ഈ ടാസ്കുകൾ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. 25,000 രൂപ സാലറി കൊടുത്താൽ മതി, 20,000 രൂപ സാലറി കൊടുത്താൽ മതി അവരുടെ അഡ്മിന്, നമ്മളുടെ ഓഫീസിലെ റിസപ്ഷനിസ്റ്റിന്, നമ്മുടെ ഡ്രൈവർക്ക്, ഇവർക്കൊക്കെ വളരെ കുറച്ച് വേതനം കൊടുത്താൽ മതി. കറക്റ്റ്. ബട്ട് ഈ ടാസ്കുകൾ ഏൽപ്പിക്കുന്ന സമയത്ത് 25,000 പോരാ, അവിടെ ചിലപ്പോൾ 50,000 വേണ്ടി വരും. കാരണം എന്താ? ടാസ്കിന്റെ വാല്യൂ കൂടി. എങ്ങനെയാണ് സാലറി ഇടണ്ടേന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇതിൽ നിന്നൊക്കെ? ഇവിടുത്തെ പ്രത്യേകത എന്താ? അവര് ചെയ്യുന്ന ടാസ്ക്, ഇപ്പം ജയറാമും അഖിലും, ജയറാം ചെയ്യുന്ന ടാസ്കിന്റെ, ജയറാം എന്നെ പിക്ക് ചെയ്യാൻ വരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, വണ്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നു, ജയറാം ചെയ്യുന്ന കാര്യങ്ങൾ ഈസ് ആക്ച്വലി സേവിങ് മീ ടൈം. ബട്ട് അഖില് ചെയ്യുന്ന കാര്യം, അഖില് കോൾ എടുക്കുന്നു, കസ്റ്റമറെ കാണുന്നു, ടീമിന്റെ കാര്യം നോക്കുന്നു, ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ടീമിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അഖില് ചെയ്യുന്ന കാര്യം ഈസ് മേക്കിംഗ് മീ മണി. അപ്പൊ സ്വാഭാവികമായിട്ടും ജയറാമിന് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടിയോ 2 ഇരട്ടിയോ 10 ഇരട്ടിയോ അഖിൽ ഉണ്ടാക്കി എന്നിരിക്കും. ജയറാം പണ്ട് തൊട്ടേ എന്റെ കൂടെ ഉള്ളവനാ എന്നും പറഞ്ഞിട്ട് ഇനി ഈ ടാസ്ക് ചെയ്യാൻ വരുന്നവൻ ഒരിക്കലും ജയറാമിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കാൻ പാടില്ല. ഇവിടെ ചിലരുടെ ചിന്തയാ, ചിലരുടെ ഏറ്റവും വലിയ പ്രശ്നമാ, ഇയാള് പണ്ട് തൊട്ടേ എന്റെ കൂടെ ഉള്ള, എടാ അവൻ എന്തുവാ ചെയ്യുന്നേ? ഇതായിരുന്നു അബിയുടെ പ്രശ്നം. അബി എന്റെ കൂടെ നിൽക്കുന്നു, മോർ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വന്നപ്പോ സ്വാഭാവികമായിട്ട് അവനേക്കാൾ കൂടുതൽ സാലറി കൊടുക്ക. അപ്പം അവര് തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. അത് അവന്റെ ഉള്ളിൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. അതിനനുസരിച്ചിട്ട് അവൻ ഉയർന്നു വരികയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ആ എക്സ്പെക്ടേഷൻ ഇതിന്റെ അകത്ത് പ്രവൃത്തിയിലില്ല എന്നും പറഞ്ഞിട്ട് അബി എന്റെ കൂടെ ഉള്ളതായിരുന്നു എന്നും പറഞ്ഞിട്ട് 4 വർഷം എന്റെ കൂടെ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാ. ഇത് ചെയ്യുന്നതിനുള്ള പൈസ ഞാൻ തരാം, അതും അതിന്റെ ഇരട്ടിയും ഞാൻ തരാം. പക്ഷെ അതിന് മുകളിൽ വേറെ ആർക്കും കൊടുക്കരുതെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? പ്രിൻസേ, വിച്ച് മീൻസ് അവന്റെ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ നിന്നാൽ ഈ പണി ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ എന്ത് ചെയ്തു? മോനെ, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഞാൻ വേറൊരു കമ്പനി ജോലി മേടിച്ചു തരാം, നീ കയറിക്കോ അവിടെ കേട്ടോ, ഇവിടെ കിട്ടുന്നതിനേക്കാൾ സാലറി നിനക്ക് ഞാൻ കൂടുതൽ മേടിച്ചു തരാം. കയറ്റി വിട്ടു. ഇന്നും വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് ഓരോ കാര്യങ്ങളും എനിക്ക് അവൻ അപ്ഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ട്, സാറേ സെയിൽസിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇപ്പൊ ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ മെസ്സേജ് അയക്കും, ഞാൻ അവനെ ഗൈഡ് ചെയ്യും, ഞാൻ അവനെ പഠിപ്പിക്കും. ദുബായ് പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ഇൻവൈറ്റ് ചെയ്യിപ്പിക്കും. അഖിലിനോട് പറയും, അഖിലെ അവൻ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറയും കേട്ടോ, അവന് ആവശ്യമുള്ള ടോപ്പിക്കാണ്. ഇത് ഡെലിഗേറ്റ് ചെയ്യുക, ഇത് റീപ്ലേസ് ചെയ്യുക. ഇത് വളരെ കുറച്ച് പൈസയ്ക്ക് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരും അത് റീപ്ലേസ് ചെയ്യാൻ. ആർ യു വിത്ത് മീ? പലരും ഈ ടാസ്ക് കളയും, ആരെങ്കിലും ഒക്കെ ഏൽപ്പിക്കും, പക്ഷെ ഇത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും, തീർന്നു. യു വിൽ ഗെറ്റ് സ്റ്റക്ക്. ഇത് രണ്ടും മനസ്സിലായല്ലോ? ഡെലിഗേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ്. ക്ലിയർ? നൗ കംസ് അസ്മലിക്ക ഒരു ദിവസം ചെയ്യുന്ന മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ടാസ്ക്, ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ടാസ്ക് എവിടെയും നേരെ തിരിച്ചു. കാരണം എന്താ? പണം കുറച്ചേ കിട്ടുന്നുള്ളൂ. മേക്സ് ലിറ്റിൽ മണി ഓർ നോ മണി, ലിറ്റിൽ ഓർ നോ മണി. ഈ ടാസ്ക് ചെയ്യുമ്പോൾ കാശൊന്നും കിട്ടത്തില്ല, ബട്ട് ഗിവ്സ് യു ഹൈ എനർജി. പക്ഷെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എനർജി കിട്ടും. കാശ് കിട്ടത്തില്ല, എനർജി കിട്ടും. ഇബ്രാഹിം സുബാനിക്ക എവിടെ ഉണ്ടോ? ഞാൻ എപ്പം നോക്കിയാലും ഇബ്രാഹിം സുബാനിക്ക ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കാണാം, സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറിൽ. അതുപോലെ ഈ പ്രിൻസിനെ ഞാൻ കാണാത്ത പ്രോഗ്രാമുകളില്ല. ഏത് സ്ഥലത്ത് നോക്കിയാലും എവിടെ 10 പേര് കൂടുന്നോ അവിടെ പ്രിൻസ് കാണും. ഈ പ്രോഗ്രാമിൽ പോയത് കൊണ്ട് പ്രിൻസിന് കാശ് വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല. ബട്ട് ഇറ്റ് വിൽ ഗിവ് യു എനർജി. ആ നെറ്റ്വർക്കിങ്ങിന് പോയി കഴിയുമ്പോൾ ഒരു എനർജി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ നിങ്ങളുടെ പേഴ്സണൽ ടൈം ഉൾപ്പെടെ ഇൻക്ലൂഡഡ് ആണ്.
ഈ കൂട്ടത്തിൽ ചിലരങ്ങ് ട്രാവലിംഗ്, എപ്പോ നോക്കിയാലും ട്രാവലിംഗ്. ചിലരുണ്ട് അങ്ങ് ഇന്റർവ്യൂ കൊടുക്കുന്നു, ചാനലുകളിൽ പോയിരിക്കുന്നു, പോഡ്കാസ്റ്റ് ചെയ്യുന്നു, അവിടെ കോൺഫറൻസുകളിൽ പോയി സംസാരിക്കുന്നു. ഇതൊക്കെ വിത്തൗട്ട് പേയ്മെന്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നെ പോലെ കാശ് മേടിച്ചുകൊണ്ട് പോയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ക്വാഡ്രന്റിലല്ല. കാശ് മേടിക്കാതെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഫോൾസ് ഇൻ ടു ദിസ് ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി. അവിടുത്തെ പ്രശ്നം എന്താ? ഇറ്റ് മേക്സ് നോ മണി ബട്ട് ഇറ്റ് വിൽ ഗിവ് യു എനർജി. ചിലരുണ്ട് ഇവിടെ ഒരു കോൺഫറൻസിൽ ഒന്ന് സംസാരിക്കാൻ ഒരു അവസരം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ അവന്മാര് കാശടിക്കാൻ വേണ്ടി വിളിക്കും. പിന്നെ ഒരു മാസത്തേക്ക് പ്രിപ്പറേഷനാ, സ്പീച്ച് പ്രിപ്പറേഷൻ. പിന്നെ ഇതിനു വേണ്ടി അവനങ്ങ് മാറ്റി വെക്കും. അടുത്ത ആഴ്ച എനിക്കൊരു സ്പീച്ച് ഉണ്ട്. അനന്തേ അറിയാലോ അല്ലേ? ട്രാവലിങ്, യോഗ, കുറെ പേരുണ്ട് ഇവിടെ അങ്ങ് മസിൽ പെരുപ്പിച്ച് അങ്ങ് നടക്കാൻ വേണ്ടിയിട്ട്. വേണം, എക്സർസൈസ് വേണം, ബോഡി ഫിറ്റ്നസ് വേണം, പക്ഷെ ഇതിലൊന്നും അഡിക്റ്റഡ് ആവാൻ പാടില്ല. ചിലർക്കങ്ങ് ഫുഡ് കഴിപ്പോടെ കഴിപ്പ്. ഇല്ലേ നൗഷാദേ? നെയ്മ് എന്താ ഇവിടെ ഉണ്ടോ? എവിടെ പോയാലും അവർക്ക് തീറ്റ മാത്രം. ഇതിന്റെ പ്രശ്നം എന്താ? അത് ചെയ്യുമ്പോൾ എനർജി കിട്ടും, പക്ഷെ കാശ് കിട്ടത്തില്ല. നെയ്മുണ്ട്, അങ്ങ് ബൈക്ക് ട്രിപ്പാ. ഷുക്കൂറിക്ക ഉണ്ട്, അങ്ങ് ഹിമാലയത്തിന്റെ മണ്ടയ്ക്ക് കയറുന്നതും മലയുടെ മണ്ടയ്ക്ക് കയറുന്നതും ഇതൊക്കെയാണ് പുള്ളിയുടെ. നമ്മളുടെ ഹോബീസ് എന്ന് പറയുന്നതെല്ലാം ഇതിൽ വരുന്നതാണ്. ഇൻക്ലൂഡിങ് ടൈം വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് കംസ് ഇൻ ദിസ് ക്വാഡ്രന്റ്. ആനന്ദേ, നമ്മുടെ ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനൊപ്പം ഉള്ള ടൈം പോലും ഏതിൻ്റെ അകത്ത് വരും? ഇൻവെസ്റ്റ്മെന്റ് ക്വാഡ്രന്റിൽ വരും ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് എക്സർസൈസ്, ടൈം വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട്, ഇഫ്താർ പാർട്ടിയൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഉണ്ണിയേട്ടാ, എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നേ. ഹോബീസ്, കൊളാബറേഷൻ, നെറ്റ്വർക്കിംഗ്. ഞാൻ ഇന്നലെയും ശ്രീലിനെ വിളിച്ച് ചോദിച്ചു, ശ്രീലേ 10, 100, 150 പേര് വരുന്നതാ, 1 മണിക്കൂറെങ്കിലും എൻ്റെ ഒരു സെഷൻ വെക്കണ്ടേ? ഇല്ലെങ്കിൽ അവർ വരുന്നത് വെറും ഇത്. അപ്പം പറഞ്ഞു, വേണ്ട അനിൽജി, നമുക്ക് ഇഫ്താർ പാർട്ടി ആയിട്ട് തന്നെ മതി, നമുക്ക് ഗ്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്തായാലും ഞാനുണ്ടല്ലോ, എന്തായാലും അവിടെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യും. എന്തുകൊണ്ടാണ്? അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടണം. ഈ ദീപക്കിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ BNA പുറകെ നടക്കുക. കുറെ നാൾ വേറെ ഏതാണ്ടിന്റെ പുറകെനായിരുന്നു. ഇപ്പം ഈ ഏരിയയിലോട്ട് കാണുന്നില്ല BNA-ക്കാര്. ഇവർ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി കിട്ടുന്നത് കൊണ്ട് ഇവന്മാര് കിളത്തുമ്പോഴത്തേക്കിന് അങ്ങ് പൊങ്ങും. എന്നെ ഏതൊക്കെ അസോസിയേഷൻ, ഇന്ത്യൻ അസോസിയേഷൻ, അവിടുത്തെ അസോസിയേഷൻ, പാർട്ടിക്കാര്, എന്തുകൊണ്ടാണ് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇല്ലാത്ത? കിങ്സ് ക്ലബ്ബ്, കിങ് മേക്കേഴ്സ് ക്ലബ്ബ്, ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബ് അല്ലാത്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഞാനില്ല. എൻ്റെ സ്കൂളിലെ ഗ്രൂപ്പിലില്ല, കോളേജിലെ ഗ്രൂപ്പിലില്ല. ഈ അടുത്ത സമയത്ത് എൻ്റെ +2 സ്കൂളിന്റെ അന്നത്തെ പ്രിൻസിപ്പാള് ഷൗക്കത്ത് സാറ് എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ഞാൻ എക്സിറ്റ് അടിച്ചിട്ട് ഷൗക്കത്ത് സാറിന് പേഴ്സണൽ മെസ്സേജ് അയച്ചു, സാറേ എന്താവശ്യം ഉണ്ടെങ്കിലും സാറിന് എന്നെ വിളിക്കാം, എനിക്കൊരു മെസ്സേജ് അയക്കാം, അതല്ലാതെ ദയവ് ചെയ്ത് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യരുത്. ആ ഗ്രൂപ്പിൽ ഉള്ളവര് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. സാറിന് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ പേഴ്സണലി കണക്ട് ചെയ്തു, ദയവ് ചെയ്ത് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യരുത്. കാരണം എന്താ? അതിൽ കയറുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടും. ഈസ് ഇറ്റ് മേക്കിംഗ് മണി? എനിക്ക് പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഈസ് ഇറ്റ് മേക്കിംഗ് മണി? ഇപ്പൊ സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കുന്നു. പണ്ട് എവിടെ ഇത് നടന്നാലും, എവിടെ പാർട്ടി കോൺഗ്രസ് നടന്നാലും ഞാൻ അവിടെ കാണും. ഹൈദരാബാദിൽ പോയിട്ടുണ്ട്, കോയമ്പത്തൂർ പോയിട്ടുണ്ട്, കൽക്കത്ത പോയിട്ടുണ്ട്, എവിടൊക്കെ ഉണ്ടോ അവിടെ എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ സമ്മേളനം നടക്കുന്നത് പോലും ഞാൻ അറിയുന്നില്ല. ഇന്നലെ അച്ഛനെ വിളിച്ചപ്പോഴാണ് പറയുന്നത് സമ്മേളനത്തിന് പോയിരുന്നെന്നും അവിടുത്തെ കാര്യങ്ങൾ കേൾക്കുന്ന അപ്പോഴാണ്. ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ അകത്താണ്. ഇറ്റ് ഈസ് ഗിവിങ് മീ എനർജി. കൊടി കാണുമ്പോഴത്തേക്കിനുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സ് ചോരത്തിളപ്പാ. പക്ഷെ ഒരു കാര്യമില്ല. ഒരു കാര്യം ഇങ്ങോട്ട് നോക്കി, ഇത് നെഗറ്റീവ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നില്ല എൻ്റെ അടുത്ത് എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ? ആനന്ദേ, ഈ 1 മണിക്കൂർ ഈസ് ഓൾസോ ഫോളോയിങ് ഇൻ ടു ദിസ് വൺ. യു ആർ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഫാമിലി വേണ്ടെന്നല്ല പറഞ്ഞേ, ഫ്രണ്ട്സ് വേണ്ടെന്നല്ല പറഞ്ഞേ, ഞാൻ പറയുന്നതിനെ ആ സെൻസിൽ എടുക്കുക. അതുകൊണ്ട് ഈ നെറ്റ്വർക്കിങ്ങിന് പോകുമ്പോൾ അവിടെ ആരെയാ കാണാൻ പോന്നേ? എന്താണ് അതിൽ നിന്ന് കിട്ടാൻ പോന്നേ? വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ? ഈസ് ഇറ്റ് ഗോയിങ് ടു മേക്ക് മണി ഫോർ മീ ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് എ ടൈം വേസ്റ്റർ? സോഷ്യൽ മീഡിയയിൽ ചെലവാക്കുന്ന സമയം, വാട്സപ്പ് ഗ്രൂപ്പിൽ ചെലവഴിക്കുന്ന സമയം, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? മേക്ക്
ലിറ്റിൽ ഓർ നോ മണി ബട്ട് ഗീവ്സ് യു എനർജി. ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് എനർജി പോവുകയും ചെയ്യും, കാശും കിട്ടത്തില്ല. പക്ഷെ ഇവിടെ എന്താ? കാശ് കിട്ടത്തില്ല, പക്ഷെ എനർജി കിട്ടും. അതാണ് ഇൻവെസ്റ്റ്മെന്റ്. നൗ കംസ് പ്രൊഡക്ഷൻ. ഇതിന്റെ പ്രത്യേകത, മേക്സ് യു എ ലോട്ട് ഓഫ് മണി. ഇഷ്ടം പോലെ കാശുണ്ടാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഗിവ്സ് യു എനർജി. എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ പേരാണ് സ്വാതന്ത്ര്യം. ലിവിങ് ഇൻ ട്രൂ ഫ്രീഡം. കാരണം എന്താ? ആ കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കാശും കിട്ടുന്നുണ്ട്, എനർജിയും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ്, ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടോട്ട് നോക്കിക്കേ, ഈ ടാസ്കിന് വിളിക്കുന്ന പേരാണ് യുവർ ബ്രില്യൻറ്റ് എബിലിറ്റീസ്. പ്രൊഡക്ഷനിൽ വരുന്ന എന്താ? യുവർ ബ്രില്യൻറ്റ് എബിലിറ്റി. അത് ആണ് നമുക്ക് എന്തായിട്ട് മാറേണ്ടത്? നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് വരേണ്ടത്. ആൻഡ് ഫോർ മീ, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ടീച്ചിങ് ഈസ് മൈ ബ്രില്യൻറ്റ് എബിലിറ്റി. ഞാൻ ഇത് ചെയ്യും തോറും എനിക്ക് കാശ് കിട്ടുന്നുണ്ട്, എനിക്ക് എനർജി കൂടുന്നുണ്ട്. രാവിലെ 9:30 തുടങ്ങുന്ന ഞാനല്ല രാത്രി 9:30 എത്തുമ്പോൾ എൻ്റെ എനർജി കൂടിക്കൊണ്ടേയിരിക്കുക. 6:30 തുടങ്ങിയ ഞാനല്ല ഇപ്പൊ 7:30 ആയപ്പോൾ എൻ്റെ എനർജി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ദെൻ പ്ലാറ്റ്ഫോം ക്ലോസിങ്. വെറും ക്ലോസിങ് അല്ല, പ്ലാറ്റ്ഫോം ക്ലോസിങ്. എനിക്ക് ഇൻകം കിട്ടും. എൻ്റെ എനർജി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത്, സെയിൽസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ എനർജി കണ്ടിട്ടുണ്ടോ? എൻ്റെ എനർജി കൂടുകയും ചെയ്യും, എനിക്ക് കാശ് കിട്ടുകയും ചെയ്യും. ഔഷധ ഹിമാലയ ഓർമ്മയുണ്ടല്ലോ, ഇൻവെസ്റ്റേഴ്സ് ക്ലബിന്റെ ക്ലോസിംഗ് ഓർമ്മയുണ്ടല്ലോ. ഇറ്റ് ഈസ് ആസ് ഫാർ ആസ് മീ പ്രൊഡക്ഷൻ. അത് എന്നെ സംബന്ധിച്ച് കാശ് കിട്ടാത്ത പരിപാടിയോ എനർജി പോകുന്ന പരിപാടിയോ അല്ല, കാശ് കിട്ടുന്ന പരിപാടിയാണ്, എനർജി കൂടുന്ന പരിപാടിയാണ്. അതിന്റെ പേരാണ് പ്രൊഡക്റ്റീവ് ടാസ്ക്. അപ്പോ ആനന്ദേ, ശ്രദ്ധിച്ചെന്നെ കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കാര്യം നിങ്ങൾ കൂടുതൽ ചെയ്യുന്നതോറും, ശ്രദ്ധിച്ചോണം, ഈ കാര്യം നിങ്ങൾ കൂടുതൽ ചെയ്യുന്തോറും നിങ്ങൾക്ക് കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റ്? ഈ കൂടുതൽ കാശ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? യു ഹാവ് ടു ബൈ ബാക്ക് യുവർ ടൈം. ഈ കാശ് വെച്ചിട്ട് യു ഹാവ് ടു ബൈ ബാക്ക് യുവർ ടൈം. ഈ 3 കാറ്റഗറിയിൽ പെടുന്ന, ക്വാഡ്രന്റിൽ പെടുന്ന ടാസ്കുകൾ ചെയ്യാനായിട്ട് ആളിനെ വെക്കണം. അപ്പൊ എന്തുണ്ടായി? ഇതെല്ലാം കുറഞ്ഞ് ആ ടൈമും കൂടെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട്, പ്രൊഡക്ഷൻ മീൻസ് പ്രൊഡക്റ്റീവായിട്ട് മാറും. അപ്പോഴത്തെ ഗുണം എന്താ? യു ക്യാൻ ഫോക്കസ് മോർ ഓൺ പ്രൊഡക്റ്റീവ് ടാസ്ക്. അപ്പോൾ കൂടുതൽ കാശ് ഉണ്ടാക്കുന്നു. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഈ പഠിപ്പിക്കുന്ന എല്ലാം കണക്റ്റഡ് ആണേ, നിങ്ങളിത് വിട്ടുപോകരുത്. ഒന്ന് നോക്കിക്കേ ആനന്ദേ, വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഓർ പ്രൊഡക്റ്റീവ് ടാസ്ക്? ദാ ഈ പോന്നില്ലേ, ഇവിടുന്ന് ഫില്ല് ചെയ്ത് വിടുന്ന സാധനം, ഇതാണ് പ്രൊഡക്റ്റീവ് ടാസ്ക്. ഈ പ്രൊഡക്റ്റീവ് ടാസ്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? യു ഹാവ് ടു ട്രാൻസ്ഫർ യുവർ ബാക്കി 3 ക്വാഡ്രന്റിലെ ടാസ്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് യു ഹാവ് ടു എന്ത് ചെയ്യണം? ഓഡിറ്റ്. ഇനി തിരിച്ചൊന്ന് പോയിക്കേ, ഇനി ഇതിലോട്ട് തിരിച്ചു പോയിക്കേ. സീ ദ ബ്യൂട്ടി ഓഫ് ബിസിനസ്, സീ ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഈ ക്വാഡ്രന്റിൽ പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് ട്രൂ ഫ്രീഡം. ചില ആളുകളുണ്ട്, ഇതിൻ്റെ അകത്ത് എൻ്റെ ചോദ്യം ഇതാണ്, ഇതിൽ പാഷൻ എവിടെ കിടക്കുക? പാഷൻ വെർ ഈസ് പാഷൻ? ഇൻവെസ്റ്റ്മെന്റ് ക്വാഡ്രന്റ്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് യു ഹാവ് ടു കൺവേർട്ട് യുവർ പാഷൻ ഇൻ ടു എ മണി മേക്കിംഗ് മോഡൽ? എന്താ ഞാൻ പറയാറുള്ള എപ്പോഴും? കൺവേർട്ട് യുവർ പാഷൻ ഇൻ ടു എ മണി മേക്കിംഗ് മോഡൽ. ഞാൻ പറഞ്ഞത് അന്ന് 2017 തൊട്ട് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. പാഷന്റെ പിന്നാലെ പോയ കാശുണ്ടാക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് പാഷൻ ഇൻ ടു എ മണി മേക്കിംഗ് മോഡൽ, സോ ദാറ്റ് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാശും കിട്ടും, എനർജിയും കിട്ടും. ഇത് ഞാൻ പറയുമ്പോഴാണ് സോഷ്യൽ മീഡിയ വന്ന് എന്നെ തെറി വിളിക്കുന്നത്. സന്തോഷ് കുളങ്ങര സാറ് പറഞ്ഞിട്ടുണ്ടാ, പാഷന്റെ പിന്നാലെ പോയാൽ മതി, കാശ് കിട്ടും, കോപ്പ് കിട്ടും. യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് പാഷൻ ഇൻ ടു എ മണി മേക്കിംഗ് മോഡൽ. എനിക്ക് പഠിപ്പിക്കുന്നത് ഇഷ്ടമാ എന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്തത്? ഞാൻ കിങ്സ് ക്ലബ്ബ് രൂപീകരിച്ചു. അതിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കാശും കൂടെ കിട്ടുന്നത് കൊണ്ടാണ് എനിക്ക് വളരാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എനർജി കിട്ടും, കാശില്ല. ഇവിടെ ചിലരുണ്ട് അങ്ങനെ. ഇന്നലെ ഞാൻ പ്രതീഷിനോട് പറഞ്ഞു, പ്രതീഷ് മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കും. പ്രതീഷ് ഇവിടെ ഉണ്ടോ? മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കി നമ്മൾ ആളുകൾക്ക് കൊടുത്തോണ്ടിരിക്കും. ഇത്
പ്രതീക്ഷന് എനർജി തരുന്നത് കൊണ്ട് പ്രതീക്ഷ അറിയുന്നില്ല ഇത് ഭയങ്കര സുഖമാണ് ചെയ്യാൻ, ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അത് നമുക്ക് കാശ് തരുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഡ്രെയിനിങ് അവർ എനർജി. ഐ മീൻ അത് നമ്മളുടെ ഒരു നോൺ പ്രൊഡക്റ്റീവ് ടാസ്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ പാഷൻ. സോ കൺവേർട്ട് യുവർ പാഷൻ ഇൻ ടു എ മണി മേക്കിംഗ് മോഡൽ സോ ദാറ്റ് ഇറ്റ് വിൽ ജമ്പ് ഇൻ ടു പ്രൊഡക്റ്റീവ് ടാസ്ക്. ക്ലിയർ? സോ നമ്മൾ ചെയ്യുന്ന ടാസ്കിനെ 4ആയിട്ട്, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും പഠിക്കാനുണ്ട്, 4ആയിട്ട് നമുക്ക് തിരിക്കാം. അതിൽ ഒന്ന് ഡെലിഗേഷൻ. ഡെലിഗേഷന്റെ പ്രത്യേകത എന്താ? വളരെ കുറച്ച് കാശേ കിട്ടത്തുള്ള, എനർജി പോവുകയും ചെയ്യും. ലൈക്ക് അഡ്മിൻ ടാസ്ക് അല്ലെങ്കിൽ ഓഫീസിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ. റീപ്ലേസ്മെന്റ് പ്രൊഡക്റ്റീവ് ആണ്, കാശ് കിട്ടും പക്ഷെ നമുക്ക് എനർജി പോയിക്കൊണ്ടേയിരിക്കും. ലൈക്ക് സെയിൽസ്, 1-to-1 ക്ലോസിംഗ്, മാർക്കറ്റിംഗ്, ടീം മാനേജ്മെന്റ്, ഇതെല്ലാം നമുക്ക് കാശ് കിട്ടുന്ന പരിപാടിയാണ് പക്ഷെ എനർജി പോയിക്കൊണ്ടിരിക്കും. ഇത് എനർജി കിട്ടും പക്ഷെ കാശ് പോയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കാശ് കിട്ടത്തില്ല. ഏതാണ്? ഹോബീസ്, പാഷൻ, ഫാമിലി, ഫ്രണ്ട്സ്, അൺവാണ്ടഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ്, ആവശ്യമില്ലാത്ത. പ്രിംസൺ ഇരുന്നിട്ട് എന്താണ് ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുകയാണ്, എവിടെ വരും? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. പ്രിംസൺ ഒരു സിനിമയ്ക്ക് പോവാണ്, ഒരു കാര്യമില്ല. ഏത് ഒരു കാര്യവും ഇല്ല ഇൻ ദ സെൻസ് ഈ ഇതിനെ ആ രീതിയിൽ എടുത്തോണം. ബട്ട് അതേസമയം എന്ത് ടാസ്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കാശും എനർജിയും ഒരുപോലെ കിട്ടുന്നോ, ദാറ്റ് ഈസ് യുവർ പ്രൊഡക്റ്റീവ് ടാസ്ക്. അത് കൂടുതൽ ചെയ്യും തോറും നമ്മൾ അതിൽ കൂടുതൽ കൂടുതൽ മികച്ചതായിട്ട് വരും. എനിക്ക് 2 പരിപാടിയുള്ളൂ: പഠിക്കുക, പഠിപ്പിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക. ഇത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, വേറൊന്നും ഞാൻ ചെയ്യത്തില്ല. ഇത് ഞാൻ ചെയ്യും തോറും, കൂടുതൽ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്ലാറ്റ്ഫോം ക്ലോസിങ് ചെയ്യും തോറും എനിക്ക് ഇൻകം കിട്ടുന്നുണ്ട്, എനിക്ക് എനർജിയും കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കിടക്കുമ്പോഴും നേരം വെളുക്കാൻ കൊതിച്ചാ ഞാൻ കിടക്കുന്നത്. കാരണം എന്താ? എനിക്കിത് നിങ്ങളെ പഠിപ്പിക്കണം, കാരണം എൻ്റെ എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് വരാൻ പറ്റുന്നത്? ഈ ടാസ്കുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഇനി എന്നെ ഒന്ന് മനസ്സിലാക്കുക. പ്രിൻസ് ആയാലും പ്രിംസൺ ആയാലും, ഇപ്പം പ്രിംസന് വേണമെങ്കിൽ വിചാരിക്കാം, അല്ലെങ്കിൽ ആനന്ദിന് വേണമെങ്കിൽ വിചാരിക്കാം, എടാ ഞാൻ ഇങ്ങേറെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബിൽ വരെ ഉണ്ട്, എന്നിട്ട് ഇങ്ങേരെ ഒന്ന് വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഞാൻ ഇങ്ങേർക്ക് ഇത്രയും ലക്ഷങ്ങൾ കൊടുക്കുന്നതാ പ്രിൻസ് വിചാരിക്കുക, എന്നിട്ട് എനിക്ക് വിളിച്ചൊരു സംശയം ചോദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ? പ്രിൻസെ പറ. പ്രിൻസ് എന്നെ വിളിക്കുന്നു, ഞാൻ പ്രിൻസിനോട് 1 മണിക്കൂർ സംസാരിക്കുന്നു, പ്രിൻസിന്റെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നു. കേട്ടിട്ട് ഞാൻ പ്രിൻസിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. ഞാൻ ഇത് പേയ്മെന്റ് മേടിക്കാതെ ഈ കിങ്സ് ക്ലബിന്റെ അകത്ത് വന്നതിന്റെ പേരിൽ ഞാൻ തരികയാണ്. ഈ 10-600 പേരുള്ള കിങ്സ് ക്ലബിന്റെ അകത്ത് നിന്ന് ഒരു ദിവസം എന്നെ 5 പേര് വിളിച്ചാൽ എനിക്ക് ഇതിനുള്ള സമയം കിട്ടുമോ? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യത്തെ ഒന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കിക്കേ, അതിനൊരു വാല്യുവേഷൻ ഇട്ട് നോക്കിക്കേ. ഞാൻ ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഏതൊരു മനുഷ്യൻ, ശ്രദ്ധിച്ചു കേൾക്കണം, ഏതൊരു മനുഷ്യൻ അവന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളിൽ, പ്രൊഡക്റ്റീവ് കാര്യങ്ങളിൽ, അതായത് ഈ ക്വാഡ്രന്റിൽ വരുന്ന ടാസ്കുകളിൽ ഒരു ദിവസം, ശ്രദ്ധിച്ചു കേൾക്ക്, ഒരു ദിവസം ഇഫ് യു ആർ റെഡി ടു സ്പെൻഡ് 90 minutes എ ഡേ ഫോർ യുവർ പ്രൊഡക്റ്റീവ് ടാസ്ക്, നിങ്ങൾ പൊളിയായിരിക്കും. ടോപ്പ് 10% നിങ്ങൾ എത്തിയിരിക്കും നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ. ഏതൊരാൾ ഈ കൂട്ടത്തിൽ ഒരു ദിവസത്തിൽ 90 മിനിറ്റ് ദാണ്ട് ഈ ടാസ്കിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ തയ്യാറാകുമോ, അവൻ പൊളിയായിരിക്കും. ഇനി ഇങ്ങോട്ട് ഒന്നുകൂടെ നോക്കി. ഏതൊരാൾ ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ അകത്തുനിന്ന് 180 മിനിറ്റ്, അതായത് 3 മണിക്കൂർ മാറ്റി വെക്കുന്നോ, യു വിൽ ബി ദ only one in your industry. ഒരുത്തനും തോപ്പിക്കാൻ പറ്റില്ല നമ്മളെ. ആൻഡ് ദിസ് ഈസ് മൈ സീക്രട്ട് ഓഫ് സക്സസ്. I invest 180 minutes a day for my most productive task. വെറും 3 മണിക്കൂർ without any distractions. 3 മണിക്കൂർ every day. ബാക്കി 21 മണിക്കൂറും എന്നെ പോലെ ഇത്ര അലമ്പൻ വേറെ ഇല്ല. അയ്യോ, എല്ലാ പരിപാടിക്കും കാണും, ബട്ട് ആ 3 മണിക്കൂർ every day and you will be the only one. അപ്പൊ എങ്ങനെ? ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?